5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം 100 മില്ലിമീറ്ററിലധികം മഴ പെയ്തപ്പോൾ അത് മേഘവിസ്ഫോടനമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അങ്ങനെ അത് മേഘവിസ്ഫോടനമാണ് സംഭവിച്ചതെന്ന് കുസാറ്റിലെ ശാസ്ത്രജ്ഞർ, അറ്റ്മോസ്ഫിയറിക് വിഭാഗത്തിലെ ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 2022 ഇതുപോലെ മേഘവിസ്ഫോടനം ഉണ്ടായി. അത് കളമശ്ശേരി ഭാഗത്താണ് കൂടുതൽ മഴ അന്ന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയത്. എന്താണ് ഈ മേഘവിസ്ഫോടനം എന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വളരെ ചെറിയ സമയത്തിനുള്ളിൽ, കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു ചെറിയ പ്രദേശത്ത് ശക്തമായ മഴ പെയ്തിറങ്ങുകയാണെങ്കിൽ ക്ലൗഡ് ബേസ്റ്റിംഗ് അല്ലെങ്കിൽ മേഘവിസ്ഫോടനം കെട്ടിപ്പെയ്ത്തെന്നോ ഒന്നിച്ചുള്ള പെയ്ത്തെന്നോ ഒക്കെ നമുക്ക് പറയാം. ക്ലൗഡ് ബേസ്റ്റ് എന്നാണ് അതിനെ പറയപ്പെടുന്നത്. എന്താണിത് സംഭവിക്കുന്നത്? മഴമേഘങ്ങളായ കുമുലോ നിംബസ്, അതായത് മഴമേഘങ്ങൾക്ക് ഓരോന്നിനും പേരിട്ടിട്ടുണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പഠിക്കാം അല്ലെങ്കിൽ മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ ഇത് മേഘവിസ്ഫോടനമാണ്. അതുകൊണ്ട് തന്നെ മഴമേഘങ്ങളായ കുമുലോ നിംബസ് മേഘങ്ങളാണ് സാധാരണ മേഘവിസ്ഫോടനങ്ങൾക്ക് കാരണമാകുന്നത്. മേഘങ്ങളിൽ തന്നെ കണക്കാക്കുമ്പോൾ ഏറ്റവും വലിപ്പമേറിയ ഒരു തരമായിട്ടാണ് നമ്മൾ കുമുലോ നിംബസിനെ കണക്കാക്കുന്നത്. ഇവ രൂപപ്പെടുന്നതിനനുസരിച്ചാണ് മഴ ധാരാളമായി വരുന്നത്. ഭൗമോപരിതലത്തിൽ നിന്ന്, അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഈർപ്പം നിറച്ചിട്ടുള്ള വായു പ്രവാഹം അന്തരീക്ഷത്തിൻ്റെ മുകൾ തട്ടിലേക്ക് ഉയർന്ന് ഘനീഭവിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ ഘനീഭവിക്കുമ്പോഴാണ് ശരിക്കും മഴ ലഭിക്കുന്നത്. ഈ കുമുലോ നിംബസ് ഇത് രൂപപ്പെടുന്നത് ഏകദേശം താഴെത്തട്ടിൽ നിന്ന്, അതായത് ഭൂമിയുടെ നിരപ്പിൽ നിന്ന് 15 കിലോമീറ്റർ ഉയരത്തിലുള്ള സീറസ് മേഖല വരെ എത്തിയാൽ അവിടെ വെച്ച് ഇത് ശക്തമായ കാറ്റായി മാറി അത് കേരളത്തിൻ്റെ തുലാമഴയുടെയും വേനൽ മഴയുടെയൊക്കെ കാലത്ത് ചിലപ്പോൾ ഇത് മഴമേഘങ്ങളായി മാറി താഴേക്ക് വരാൻ പറ്റും. ഇതോടൊപ്പം തന്നെ ആലിപ്പഴ വർഷവും വരാനുള്ള സാധ്യതയുണ്ട്. മേഘത്തിൻ്റെ നടുഭാഗത്ത് കൂടെ അടിയിൽ നിന്ന് മുകളിലേക്ക് ഉയരുന്ന വായുപ്രവാഹത്തെ അപ്പ് ഡ്രാഫ്റ്റ് എന്നും മേഘത്തിൻ്റെ വശങ്ങളിലൂടെ താഴേക്ക് പതിക്കുന്ന വായുപ്രവാഹത്തെ ഡൗൺ ഡ്രാഫ്റ്റ് എന്നുമാണ് പറയുന്നത്. ഈ മേഘങ്ങളുടെ താഴെത്തട്ടിൽ ജലകണങ്ങളും മുകളറ്റത്ത് ഐസ് ക്രിസ്റ്റലുകളുമാണ് ഉണ്ടാവുക. മേഘവിസ്ഫോടനത്തിന് കാരണമായേക്കാവുന്ന കുമുലോ നിംബസ് മേഘങ്ങൾ സാധാരണ കുമുലോ നിംബസ് മേഘങ്ങളെക്കാൾ കുറേ കൂടി ശക്തമായ അപ്പ് ഡ്രാഫ്റ്റ് ഉള്ളവരായിരിക്കും, മുകളിലേക്ക് വലിച്ചു പോകുന്നതായിരിക്കും. അതുകൊണ്ട് അവ അന്തരീക്ഷത്തിൻ്റെ മുകൾ തട്ടിലേക്ക് വേഗത്തിലെത്തുകയും ഇത് രൂപപ്പെടുന്ന സ്ഥലത്ത് പ്രത്യേകതയനുസരിച്ച് അപ്പ് ഡ്രാഫ്റ്റായി ഉയർന്ന് വായുപ്രവേഗം കൂടി അത് അളവിൽ നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന അളവിൽ കൂടുതൽ മഴ അന്തരീക്ഷത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അത് അന്തരീക്ഷത്തിൻ്റെ 10 കിലോമീറ്ററിന് മുകളിലുള്ള ഭാഗത്തെ താപനില 40 മുതൽ 60 ഡിഗ്രി വരെ സെൽഷ്യസ് ആയി നിൽക്കുമ്പോഴാണ് മേഘത്തിനുള്ളിൽ കൂടി ഉയർന്ന് ഈ കൊടും തണുപ്പിലേക്ക് തന്നെ വളരെ വേഗത്തിൽ ഇവ എത്തിച്ചേരുന്നത്. ഈർപ്പം നിറഞ്ഞ കാറ്റ് വഹിച്ചിരിക്കുന്ന ജലാംശം മുഴുവൻ ഉറഞ്ഞു കൂടി വലിയ മഞ്ഞ് കണങ്ങളായി താഴേക്ക് വരുന്നുണ്ട്. കാലാവസ്ഥാ നിരീക്ഷകരുടെ കണക്കുകൾ പ്രകാരം മണിക്കൂറിൽ 100 മില്ലിമീറ്ററിലധികം മഴ ഒരു സ്ഥലത്ത് ലഭിച്ചാൽ അതിനെ നമുക്ക് മേഘവിസ്ഫോടനമായി കണക്കാക്കാം. ചെറു മേഘവിസ്ഫോടനങ്ങളുമുണ്ട്, വലിയ മേഘവിസ്ഫോടനങ്ങളുമുണ്ട്. അന്തരീക്ഷത്തിൽ 15 കിലോമീറ്റർ വരെ ഉയരത്തിൽ രൂപപ്പെടുന്നതാണ് ഇത്. മേഘവിസ്ഫോടനത്തിൽ 20 മില്ലിമീറ്ററിലെ മഴ വളരെ കുറഞ്ഞ സമയത്തിൽ പെയ്യാറുണ്ട്. മലവെള്ളപ്പാച്ചിനുള്ളിലും അതുപോലെ തന്നെ മുന്നറിയിപ്പില്ലാതെയൊക്കെ ധാരാളം മേഘവിസ്ഫോടനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഈ മേഘവിസ്ഫോടനങ്ങളുടെ കണക്കുകൾ തന്നെ പരിശോധിക്കുമ്പോൾ കേരളത്തിലും മറ്റ് സ്ഥലങ്ങളിലും ധാരാളമായി മേഘവിസ്ഫോടനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ മേഘവിസ്ഫോടനങ്ങൾ നടന്നു എന്നാണ് നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. അതുപോലെ തന്നെ കുസാറ്റിലെ ഗവേഷകരും പറയുന്നത്. കൊച്ചിയിൽ, കളമശ്ശേരിയിൽ ഇപ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യവുമെല്ലാം മേഘവിസ്ഫോടനങ്ങൾ നടന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തമായ അഭിപ്രായം നമ്മുടെ ശാസ്ത്ര ഗവേഷകർക്കിടയിലുണ്ട്. മേഘവിസ്ഫോടനമല്ല എന്നുള്ള കാഴ്ചപ്പാടുമുണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പരിചയപ്പെടാം.